മതിലകം OLF GHSSൽ SPC ദിനാചരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. സ്റ്റുഡന്റ് പോലീസ് കേഡർ കൊടുങ്ങല്ലൂർ സബ് ഡിവിഷന്റെ നേതൃത്വത്തിൽ മതിലകം OLFHSൽ SPC ദിനാചരണവും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോ ഹണ്ട് എന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി വിദ്യാർത്ഥികളിൽ ലഹരിവിരുദ്ധ അവബോധം, സൈബർ സുരക്ഷ, മാനസികാരോഗ്യം തുടങ്ങിയ വിഷയങ്ങളിൽ വിവിധ ക്ലാസുകൾ നടന്നു. പരിപാടിയിൽ തൃശൂർ റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് DYSPയും DNO ഇൻചാർജുമായ സലീഷ് NS, കൊടുങ്ങല്ലൂർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് രതീഷ് R, മതിലകം SHO രാജേഷ് S, ADNO ആസാദ് PA എന്നിവർ പങ്കെടുത്തു. അത് നമ്മൾ നിലനിർത്തണം. കാരണം തുടങ്ങുമ്പോൾ വളരെ ഭംഗിയായി നമ്മൾ തുടങ്ങി, പിന്നെ അതിൻ്റെ ഒരു അന്തസ്സൊക്കെ കുറഞ്ഞു വരുന്നുണ്ടോയെന്ന് സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ സംശയമില്ല. ഇന്ന് സ്കൂളിൽ വന്നപ്പോൾ ആ സംശയം എനിക്കില്ല. എനിക്ക് നേരത്തെ ഞാൻ മുമ്പ് വർക്ക് ചെയ്ത സ്കൂളുകളിൽ ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചിട്ടുണ്ട്, അത് ശരിയല്ലോ എന്ന് ഞാൻ ചോദിച്ച സംഭവങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഓരോ സ്കൂളിൽ വന്നപ്പോൾ ഇന്ന് നിങ്ങളുടെ പ്രകടനം കണ്ടപ്പോൾ വളരെ സന്തോഷത്തോന്നും. ഞാനൊരു കാര്യം പറഞ്ഞു, നമ്മൾ ഇന്ന് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വലിയ പ്രശ്നമൊന്നും കുട്ടികളെ ബാധിക്കാനില്ല. ഞങ്ങളുടെ ആളുകളുടെ പ്രശ്നം ഞങ്ങൾ ടീച്ചർ തല്ലുകൊള്ളും, വീട്ടുകാർ തല്ലുകൊള്ളും, അയൽവാസികൾ തല്ലുകൊള്ളും. ഇതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം അത് ഞങ്ങൾ സ്വീകരിച്ചതാണ്. കാരണം അതൊരു പരാതി ഞങ്ങൾക്കില്ല. അധ്യാപകർ തരിയാൻ പ്രശ്നമില്ല, ടീച്ചർമാർ എന്താ പറയുക, ചങ്ങാതിൻ്റെ അച്ഛൻ തരിയാൻ പ്രശ്നമില്ല, ആരും തരിയാനും വിഷയമല്ല. കാരണം അത് തല്ല് കൊണ്ടുവന്ന് വീട്ടിൽ പറഞ്ഞാൽ വീട്ടുകാർ തരും. അതുകൊണ്ട് അവിടെ പറയാറില്ല, ആരോടും പറയാറില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നമുക്ക് ഇതൊക്കെ നമ്മളുടെ ഇതിൽ തല്ലാൻ പാടില്ല എന്നുള്ള ഇതിൽ തല്ലാൻ പാടില്ല എന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ എവിടെ നിന്നും നമുക്കൊരു നിയന്ത്രണമില്ല കുട്ടികൾക്ക് ഇന്നത്തെ കാലത്ത്. അപ്പോൾ നമ്മൾ ഫ്രീ ബേർഡായിട്ട് വളരുന്നുണ്ട്. ഫ്രീ ബേർഡായിട്ട് വളരണം. ഇപ്പോൾ എല്ലാവരും ഫ്രീ ബേർഡായിട്ട് വളരണം. പക്ഷേ ചില ഉത്തരവാദിത്തങ്ങൾ കുറച്ച്. കൊടുങ്ങല്ലൂർ മേഖലയിലെ മാസ്റ്റർ ട്രെയിനറും സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ നെപ്പൂൻ മാനസികാരോഗ്യവും ലഹരിയുടെ ദൂഷ്യഫലങ്ങളും സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സൈബർ പോലീസ് സ്റ്റേഷനിലെ CPO ശ്രീനാഥ് TD സൈബർ കുറ്റകൃത്യങ്ങൾ, ഓൺലൈൻ തട്ടിപ്പുകൾ, സോഷ്യൽ മീഡിയയുടെ സുരക്ഷിത ഉപയോഗം എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് നൽകി. ഡോക്ടർ കൃഷ്ണ KS ആരോഗ്യ ബോധവൽക്കരണ സെഷൻ അവതരിപ്പിച്ചു. വിദ്യാർത്ഥികളിൽ സാമൂഹിക പ്രതിബദ്ധതയും നിയമബോധവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ അധ്യാപകരും SPC കേഡറ്റുകളും പങ്കെടുത്തു. പരിപാടി ശ്രദ്ധേയമായ ജനപങ്കാളിത്തത്തോടെയാണ് സമാപിച്ചത്. കർത്തവ്യങ്ങൾ അതുകൂടി നമ്മൾ നിറവേറ്റണം. നമ്മൾ നന്നായി വളരണം. നന്നായി വളർന്നാലേ നമ്മുടെ ഭാവി നന്നാവുള്ളൂ. നമുക്കൊരു സമയം എന്ന് പറയുന്ന സാധനം, കാശ് നമുക്ക് കിട്ടും, കാശ് നമുക്ക് പോകും. പക്ഷെ സമയം പോയത് കിട്ടില്ല. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, ജോലി കിട്ടേണ്ട സമയത്ത് കിട്ടണം. കാരണം ഞാനൊക്കെ ഒരു 7 വർഷം വെറുതെ കളയുക, ജോലിയൊന്നും ഇല്ലാതെ വെറുതെ നടന്നാണ്. നാട്ടുകാർ മുഴുവൻ എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു പഠിക്ക് വയ്ക്കൂടെ ചീത്ത വിളിച്ചിട്ടുണ്ട്. അതെന്താണ് പ്രശ്നം പറഞ്ഞാൽ നാട്ടുകാരുടെ പ്രശ്നമല്ല. ഞങ്ങളുടെ നാട്ടിൽ ഈ PSC കോച്ചിങ്ങിന് പോവുക, PSC പഠിക്കുക, ഗവൺമെൻറ് ഉദ്യോഗത്തിൽ പഠിക്കുക എന്നുള്ള ആചാരമില്ല. അതായത് 10ാം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് 2 കഴിഞ്ഞാൽ ഡിഗ്രി, അത് കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലി വെക്കണമെന്നാണ് എൻ്റെ നാട്ടിൽ അന്നത്തെ കാലത്തെ ചിന്താഗതി. അതുകൊണ്ടാണ് നാട്ടുകാർ എന്നെ ചീത്ത വിളിച്ചത്. ഇന്ന് ആരും തന്നെ എന്നെ ചീത്ത വിളിക്കാറില്ല. എല്ലാവരും അവനെ കണ്ട് പഠിക്കും, അവൻ ഉദ്യോഗസ്ഥനായില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നാട്ടുകാർ ഞങ്ങളുടെ കാലഘട്ടത്തിൽ അത്ര വളർന്നിട്ടുണ്ടായിരുന്നില്ല. ഈ സർക്കാർ ഉദ്യോഗം വാങ്ങാൻ, കോച്ചിങ് പോകണമെങ്കിൽ പഠിക്കുക എന്നുള്ള ചിന്താഗതി നാട്ടുകാർക്ക് എൻ്റെ നാട്ടിൽ ജനങ്ങൾക്കൊന്നും അറിയാറില്ല. ഇന്ന് പക്ഷേ എല്ലാ അച്ഛനമ്മമാരും മക്കൾക്ക് എന്താണോ ഇഷ്ടം അത് പഠിപ്പിക്കുന്നുണ്ട്. അന്ന് ഞാൻ BBAക്ക് പോകണം, പ്ലസ് 2 കഴിഞ്ഞതും BBAക്ക് പോകണമെന്ന് പറഞ്ഞ് എൻ്റെ ക്ലാസ് ടീച്ചർ പറഞ്ഞു, ഈ BBAക്ക് പോകണം, കോയമ്പത്തൂർ കോളേജിൽ നീ പോകണം പറഞ്ഞു. ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് അത് പറ്റില്ല, SN കോളേജിൽ സീറ്റ് കിട്ടും, അവിടെ പഠിച്ചാൽ മതി.